ഇന്നലെ ഞാനൊരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോൾ ആ ജനാസ നമസ്കാരത്തിന്റെ ഇടയിലുണ്ടായ ഒരു കോലാഹലമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മരിച്ച മനുഷ്യന്റെ മയ്യത്ത് നമ്മുടെ മുന്നിലിരുന്ന് നമ്മൾ അതിനു വേണ്ടിക്കൊണ്ട് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ച മയ്യത്തിന്റെ പിന്നിൽ നിൽക്കാൻ ആളുകളുണ്ടെങ്കിലും വലിയ പള്ളി ആയതുകൊണ്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്, സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ആ സമയത്ത് ഒരു ഉസ്താദ് പറഞ്ഞു നമ്മൾ നിസ്കാരത്തിന് സഫ് കെട്ടുന്നത് പോലെ സഫ് കെട്ടിയിട്ടാണ് നിൽക്കേണ്ടത്. അത് പറയാൻ കാരണം, ഒന്നാമത്തെ സഫ് നിസ്കാരത്തിന് സാധാരണ നിൽക്കുന്ന സ്ഥലത്ത് നിന്നു, അതിനുശേഷം അതിന്റെ ഇടയിലായിക്കൊണ്ട് ഒരു സഫ് കൂടി ഉണ്ടായി. സാധാരണ നിസ്കാരത്തിൽ നിൽക്കുന്നത് പോലെ രണ്ടാമത്തെ സഫ് കെട്ടാതെ അതിന്റെയും ഇടയിലൂടെ ഒരു സഫ് കെട്ടി, പിന്നെ അതിന്റെ പിന്നിൽ സാധാരണ രണ്ടാം സഫ് കെട്ടുന്ന ഭാഗത്ത് കെട്ടി. അപ്പൊ ആ ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെയല്ല വേണ്ടത്, നിസ്കരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് പോലെയാണ് വേണ്ടത്. ഇങ്ങനെ നിൽക്കേണ്ടത് ആളുകൾ കൂടുതലുണ്ട്, തിരക്ക് കൂടുതലാവുമ്പോൾ മാത്രം മതി. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരത്തിന്റെ സഫ് കെട്ടുന്ന രൂപത്തിൽ കെട്ടി നിൽക്കുകയാണ് വേണ്ടത് എന്ന് ആ ഉസ്താദ് ഉണർത്തി. ഇത് കേട്ട പണ്ഡിതനല്ലാത്ത മനുഷ്യൻ, വിവരമില്ല, അതെനിക്കറിയാം, അങ്ങനത്തെ മനുഷ്യൻ പറയാണ്, ഇവിടെ എങ്ങനെയാണുള്ളത്, ഇനി പുതിയ സംവിധാനം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവിടെ എങ്ങനെയാണുള്ളത്, ഇനി പുതിയതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പൊ അയാൾ കണ്ടത് അങ്ങനെയാണ്. എന്നാൽ ഇതിന് ആരെ നമ്മൾ കുറ്റം പറയും, ആരെ നമ്മൾ അനുകൂലിക്കും? കാരണം ആ ഉസ്താദ് പറയുന്നത് അദ്ദേഹം പഠിച്ച അറിവാണ്. എന്ത്? നിസ്കാരത്തിന് കൂടുതൽ ആളുകളുണ്ട്, നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ വന്നാൽ മാത്രമാണ് സഫിന്റെ ഇടയിൽ വീണ്ടും സഫുകൾ കെട്ടിയിട്ട് അടുത്തടുത്ത് നിന്നിട്ട് നിസ്കരിക്കല്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ നിസ്കാരത്തിന് നിൽക്കുന്നത് പോലെയാണ് നിൽക്കേണ്ടത് എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ പണ്ഡിതനല്ലാത്ത മനുഷ്യൻ പറയുന്നത്, അറിവില്ല എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ആ മനുഷ്യൻ പറയുന്നത് എന്താണ്? അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇവിടെ ആദത്ത്, ഇവിടെ ഇങ്ങനെയാണ് പതിവ് എന്ന്. ഏതിനെ നമ്മൾ പിന്തുണക്കും? നിങ്ങൾക്ക് ഏതിനെ പിന്തുണക്കാൻ പറ്റും? ഉസ്താദിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മഹാവ്യക്തിയെയോ? നിങ്ങൾ ഏത് വ്യക്തിയാണ് പിന്തുണക്കുന്നതെന്ന് കമന്റിൽ ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ്. ഏതായാലും നിസ്കാരത്തിൽ നിൽക്കും പോലെയാണ് നിൽക്കേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞതാണ് അവർ ശരി. കാരണം ആളുകൾ കുറവാണ്, പള്ളി വിശാലമാണ്, ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന വിശാലമായ ഒരു പള്ളിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സഫുകൾ നിസ്കാരത്തിന് കെട്ടുന്നത് പോലെ കെട്ടി നിൽക്കലാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ്. ആളുകൾ കുറവാണെങ്കിൽ അത് സഫുകൾ ഒറ്റയായിട്ട് 3 സഫൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സഫുകളൊക്കെ ആയിട്ട് നിൽക്കാം. എന്നാൽ ഇവിടെ സഫുകൾ അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.